ഭാരതത്തിന് ഒരു ശക്തമായ രാഷ്ട്രം ആകുവാൻ വിവിധ മേഖലകളിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നത് അത്യാവശ്യമാണ്. അതിലേക്കുള്ള ഒരു വിഷൻ, അതിലേക്കുള്ള ഒരു 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 ഗൈഡ് ലൈൻസ്, ആ ഒരു അപ്രോച്ചാണ് അന്ന് പ്രധാനമന്ത്രി ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കോർ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത്, പണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി അയുദ്ധിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ 3-4 മാസമായി ഞങ്ങൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ, ഓൺടർപ്രണേഴ്സിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധത്തിലും ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട്. പല സെഷൻസും സംഘടിപ്പിച്ചു, ഓൺലൈനായിട്ട് സെഷൻസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആസ്പയറിംഗ് ഓൺടർപ്രണേഴ്സിന് വേണ്ടി, സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിൽ വിവിധ ചർച്ചകൾ നടത്തിയിരുന്നു. പല ആശയങ്ങൾ പരസ്പരം പങ്കുവച്ചു. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള സ്കീംസിനെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് വിശ്വസിക്കുന്നു. പലരും ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ, ഇന്നത്തെ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ശ്രീ രഞ്ജിത്ത് കറുത്തയാണ്. രഞ്ജിത്ത് ഏട്ടൻ ഏകദേശം 15 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ ഒരു ഓൺടർപ്രണർ ആയിട്ട് ഏകദേശം 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ചുരുക്കമായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം. Ranjit K. Karta is the founder and principal designer at Veda Designs and leads its design and growth efforts. He brings over 15 years of entrepreneurial experience in lighting design and product development in India, UAE, and the USA. He holds a master's degree in lighting from the world's leading university. Ranjit engineering കഴിഞ്ഞത് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2001 ബാച്ചില് കോയമ്പത്തൂരിലെ അമൃത കോളേജിൽ സീനിയർ ആയിരുന്നു. He also holds a postgraduate certificate in business management from XLRI. He's passionate about teaching and has delivered talks and workshops at various institutions such as SJB, School of Architecture, National Institute of Design, Srishti School of Design. പിന്നെ വിവിധ കോൺഫറൻസുകളിലും നിരന്തരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് എവറി വൺ, വാം വെൽക്കം ടു ദ സെഷൻ രഞ്ജിത്ത്. നമസ്കാര മുരളി. നമസ്കാരം. അപ്പം നമ്മള് കുറച്ചൊരു 3-4 മിനിറ്റ് നമുക്ക് ആ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് നഷ്ടപ്പെട്ടു. പക്ഷെ ഏകദേശം 50 മിനിറ്റ് ആണ് ഇനി ബാക്കിയുള്ളത്. എന്നിട്ട് അപ്പം ഫ്ലോർ ഈസ് യുവേഴ്സ്, ഓവർ ടു യു. പിന്നെ നമുക്ക് ചോദ്യങ്ങളും എടുക്കാം ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന്. കൂടുതൽ പേരും എനിക്കറിയാം ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ തുടങ്ങിയവരും ഒക്കെയാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പൊ അതിനുള്ളൊരു സമയം ഉണ്ടാവും, സംശയമില്ല. വി വോണ്ട് ടു മേക്ക് ദിസ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പം പ്ലീസ് ഫീൽ ഫ്രീ ടു റേസ് യുവർ ക്വസ്റ്റ്യൻസ്. ചാറ്റിൽ ചോദിക്കാം, സംസാരിക്കുന്ന സമയമാണ്. അതല്ലാതെ അവസാനം നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, ചാറ്റിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഓവർ ടു യു രഞ്ജിത്ത് ജി. നമസ്കാരം മുരളി. സോ എല്ലാവർക്കും ഈ വെബിനാറിൽ ഇന്ന് ഒരു സൺഡേ രാവിലെ ആയിട്ട് വെബിനാറിൽ വരാൻ സാധിച്ച എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു ടോക്ക് കുറച്ചൊരു മംഗ്ലീഷ് ആയിരിക്കും, കാരണം ഇപ്പൊ മുരളിയുടെ അത്രയും ഒരു സ്ഫുടതയോടെ മലയാളം ചിലപ്പോൾ എനിക്ക് പല വാക്കുകളും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇംഗ്ലീഷ് തന്നെയാണ് ഞാൻ കുറേ കൂടെ കൺവീനിയൻറ്റ്. അപ്പൊ ആദ്യമേ ഞാൻ ആ ഒരു കാര്യം, പിന്നെ ഞാൻ കുറച്ച് സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഇംഗ്ലീഷിലാണ്. അപ്പം അത് വലിയൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെ മുരളി? ഇല്ല രഞ്ജി. ഓക്കെ,
നോ പ്രോബ്ലം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് മുരളിയോടാണ് ഒരു താങ്ക്സ് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ ഒരു അയുദ്ധ കുടുംബവും അമ്മയുടെ ആശമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഫാമിലിയിൽ ഇഷ്ടംപോലെ പ്രഗത്ഭന്മാരുണ്ട്. വലിയ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതും സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും സർവീസ് ആയിട്ട് ചെയ്യുന്നവരും ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും ഈ ഒരു ചെറിയ ഒരു തുടക്കത്തിന് വേണ്ടി എന്നെ ചൂസ് ചെയ്ത മുരളിക്ക് എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഏതായാലും എൻ്റെ ഒരു ചെറിയ ഒരു ഈ ഒരു ജേർണിയിൽ ഞാൻ 2001 ഞാൻ എട്ടിമടയിൽ നിന്ന് പാസ് ഔട്ട് ആയതും 2002 തൊട്ട് ഞാൻ എൻ്റെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഒരു ജേർണിയാണ് ഇപ്പോഴും. അപ്പൊ അതിൽ വന്നേക്കുന്ന എൻ്റെ കാഴ്ചപ്പാടുകളും ബുദ്ധിമുട്ടുകളും പഠിച്ച കാര്യങ്ങളും ഞാൻ ഈ ഒരു വേദിയിൽ ഷെയർ ചെയ്യുന്നു. അത് പലവർക്കും അതൊരു കോമൺ ആയിട്ട് തോന്നാന്ന് പറഞ്ഞാൽ പലരും ഈ ഒരു ഇപ്പം മുരളി പറഞ്ഞ പോലെ പലരും ഓണ്ടർപ്രണർഷിപ്പ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി ചൂസ് ചെയ്തവരായിരിക്കാം. അപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് കുറേയും കൂടെ ഒന്ന് റെസൊണേറ്റ് ചെയ്യും. അല്ല ഇപ്പം ഈ വേദിയിൽ നിൽക്കില്ലേ, നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് വേണോ അതോ ജോലിക്ക് പോകണോ ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ സ്ലൈഡ്സ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ആ സ്ലൈഡിന്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് മാക്സിമം ഒരു വലിയൊരു വൈഡ് ടോപ്പിക് ആണിത്. എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളോളം ആൾക്കാർ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സാധ്യതകളെ കുറിച്ചും എല്ലാം. അപ്പം ഈ ഒരു ചെറിയ ഒരു സമയത്തിൽ നമുക്ക് എന്തൊക്കെ ഉൾക്കൊള്ളാം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ ഒരു കേരള ബേസ്ഡ് ഒരു സിസ്റ്റത്തിനും കുറേയും കൂടെ മനസ്സിലാവുന്ന രീതിയിലും ഒരു ഷോർട്ട് സ്നാപ്പ് ഷോട്ടാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു അമൃത് പ്രസന്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്റെ അങ്ങ് അവരുടെ ഒരു സ്ക്രീനാണ് ഞാനിപ്പോ കാണുന്നത്. അമൃത്തിന്റെ സ്ക്രീന്, അതെ അതെ, അമൃത് ഒന്ന് പ്രസന്റേഷൻ നിർത്തുവോ? സ്റ്റോപ്പ് പ്രസന്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അമൃത് കേൾക്കുന്നുണ്ടോ? Oh, is it? Okay, fine. No problem. I'll try that. കാണാം. എല്ലാവർക്കും? അതെ അതെ. അപ്പൊ മുരളി പറഞ്ഞ പോലെ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതൊരു ഡിസ്കഷൻ ആണ്. റാദർ ഒരു വൺ സൈഡഡ്, don't see it as a one-sided, just a monologue, me giving you a lot of എന്താ പറയാ കുറെ ഗ്യാൻസ് കൊടുക്കുക എന്നല്ല, ഒരു ഡിസ്കഷൻ ആയിരിക്കും. കുറേയും കൂടെ നമുക്ക് ഐഡിയാസ് പങ്കുവെക്കാൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. സോ ഈ ടോപ്പിക് എടുത്തപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെയാണ് ഇതൊന്ന് പ്രസന്റ് ചെയ്യുക. ഇത് ഇപ്പം ഓണ്ടർപ്രണർ, ഇപ്പം മുരളി പറഞ്ഞ പോലെ ആത്മനിർഭർ എന്നുള്ള ഒരു വലിയൊരു ഒരു റെവല്യൂഷൻ, ഒരു സോഷ്യൽ റെവല്യൂഷൻ പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം ഈ ഒരു സ്കീമായിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ അണ്ടറിൽ പല പല സ്കീംസ്, ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കിപ്പോ ഇവിടെ അതല്ല എനിക്ക് തോന്നുന്നു ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ കുറെ സാധ്യതകളെ പറ്റി പറയുന്നേക്കാളും കൂടുതൽ ഒരു ഓണ്ടർപ്രണറിയൽ ജേർണിയിലേക്ക് നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ട് വെക്കാം, ഒരു ഫസ്റ്റ് ഒരു കാല് വെക്കണ്ടേ നമുക്ക് തുടങ്ങാൻ വേണ്ടി. അപ്പൊ അതിനുള്ള ഒരു മൈൻഡ് സെറ്റിന്റെ പ്രിപ്പറേഷൻ ഇവിടെയാണ് പലർക്കും വരുന്നത്. ഇപ്പം സാധ്യതകളല്ല പ്രശ്നം, പക്ഷെ ആ എടുക്കാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു പ്രചോദനമാണ് പലർക്കും മിസ്സാവുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ളൊരു ഇതാണ് എൻ്റെ ബേസിക്കലി ഈ ഒരു സ്ലൈഡ് ഡെക്ക് മുഴുവൻ.
സോ ഇത് ഇപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു നമ്മുടെ ലോകം, നമ്മൾ ലോകത്തിലെ കാണുന്ന പോലെയാണ് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ പെർസീവ് ചെയ്യുന്നത് അല്ലെ. ഇപ്പം എല്ലാവർക്കും അറിയാലോ, നമ്മൾ റിസ്ക് എടുക്കുന്നതും ഫെയിലിയറും ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, കരിയർ, നമ്മളിത് ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും നമ്മളെ അലട്ടുന്നത് അല്ലെ. ഒരു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് ജോലിക്ക് പോകണം, ഇന്ത്യയിൽ നിൽക്കണോ, പുറത്തു പോകണോ, അതോ ഇനി പഠിക്കണോ, അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ പൈസ കിട്ടുമ്പം ഓക്കെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കണം, എവിടെ കല്യാണം കഴിക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായി. അപ്പൊ ഇങ്ങനെ 3-4 ഫേസസ് ഇൻ ലൈഫാണ് നമ്മളെ എല്ലാരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇതിനൊന്നും ഒരു പ്രോപ്പർ ഉത്തരം ആർക്കും ഇല്ല. എന്നാ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ ഉള്ള ഭയം നമ്മളെ പലരെയും ഒരു റോങ് വഴിയിൽ കൊണ്ടുപോകുന്നത്. ആ ഭയം കാരണം നമ്മൾ പല ഡിസിഷൻസ് എടുക്കുന്നത് തെറ്റിപ്പോവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്, അപ്പൊ നമ്മള് ഈ ഒരു സ്ലൈഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എക്സ്പീരിയൻസസും നമ്മൾ ലോകത്തിനെ എങ്ങനെ കാണുന്നു അതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ശരിയും തെറ്റും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ജേർണിയിലും പിന്നെ ഓഫ്കോഴ്സ് ഞാൻ വള്ളിക്കാവ് അമ്മേനെ ആദ്യമായിട്ട് കാണുന്നത് 1997 അപ്പൊ ഇപ്പൊ ഒരു 20 കൊല്ലമായി. എന്നാലും നമ്മള് അമ്മയെന്ന് പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയോ, അതൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയോ എന്ന് അതൊരു ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. എന്നാലും നമുക്ക് മാക്സിമം അതൊരു പ്രചോദനമായിട്ട് ഡെയിലി നമ്മുടെ ലൈഫിലെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാലും ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെ നയിക്കുന്ന ഒരു കാര്യവും ഈ ശരിയും തെറ്റും എന്ന് പറയുന്ന ഒരു 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 ബാലൻസിൽ ഏതാണ് ശരി, എങ്ങോട്ട് പോകണം, ഇതിനെ നയിക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ പല പല എക്സ്പീരിയൻസസിലേക്ക് നമ്മളെ ഓപ്പൺ അപ്പ് ചെയ്യുന്നു, അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ സ്പിരിച്വാലിറ്റിയും ഒരു വലിയൊരു ഭാഗമാണ്. ആൻഡ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പം കൂടുതലും ഒരു വെരി സ്പെസിഫിക് ആയിട്ട് ഇതൊരു ഒരു ഡിക്ഷണറി ടേം പോലെ തന്നെ പറയാം. ഒരു ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്യാനും, നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ കോവിഡ് വന്നു, അത് കാരണം നമ്മൾ വിഷമിച്ച് വീട്ടിലിരിക്കണോ, അതോ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുത്ത് മുന്നോട്ട് പോകണോ, ഇങ്ങനെയുള്ള സാധ്യതകളും ഒക്കെ ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഓണ്ടർപ്രണീരിയൽ മൈൻഡ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നതും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമുണ്ട് ഈ ഓണ്ടർപ്രണർഷിപ്പും സെൽഫ് എംപ്ലോയ്മെന്റും തമ്മിൽ. അത് ശരിക്കും അതിനൊരു ചെറിയൊരു ലൈൻ ഓഫ് ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി 9 to 5, ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ജോലിക്ക് പോകണമെന്ന് താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഒരുപക്ഷെ എൻ്റെ ഫാദർ ബിസിനസ്മാൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങേരുടെ ജീവിതം കാണുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പൊ ഒരു സ്പോർട്സ് പേജ്, എന്റെ കൂട്ടുകാരൊക്കെ സ്പോർട്സ് പേജ് വായിക്കുമ്പോൾ ഞാൻ കൂടുതലും ബിസിനസ് സ്കോളാണ് വായിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ പല ഇഷ്ടമായിരുന്നു. പല പുതിയ പുതിയ ബ്രാൻഡുകളെ പറ്റി പഠിക്കുക. അപ്പൊ ജീവിതത്തിലും പുതിയ പുതിയ ബ്രാൻഡുകൾ ട്രൈ ഔട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നല്ലൊരു പെർഫ്യൂം ഇറങ്ങി എന്നാൽ അത് വാങ്ങിക്കുക. അപ്പൊ ഇങ്ങനെ പുതിയ ബ്രാൻഡുകൾ, പുതിയ പുതിയ കമ്പനികൾ എന്താണ്, ഇതൊക്കെ എനിക്ക് 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു ജനറൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗിൽ കയറിയപ്പോഴും ഒരിക്കലും ഒരു ജോലിക്ക് പോകണമെന്നോ എന്നുള്ളൊരു ആഗ്രഹം ഒട്ടുമില്ലായിരുന്നു. ആദ്യം തൊട്ട് തന്നെ എന്തെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഈ ഒരു അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഡിഫറൻസ് എല്ലാവർക്കും അറിയുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയിഡ് മേ ബി ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ ബിഗർ ഓണ്ടർപ്രണീരിയൽ ജേർണി. അപ്പം ഈ മടിച്ചിരിക്കുന്നവർക്കും, ഫോർ എക്സാമ്പിൾ ഇപ്പം പലരും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം 35 വയസ്സായി, 40 വയസ്സായി, ഒരു 10-15 കൊല്ലം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ബോറടിച്ച് കാണും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബോസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കരിയറിന് ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് ഇല്ല. എന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു. എത്രയോ പേരുണ്ട് അങ്ങനെ. അപ്പൊ ഒരു ഫുൾഫിൽമെന്റ് ഇല്ല ജീവിതത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കാം. ആൻഡ് അതായിരിക്കും ഒരു ഏറ്റവും ഫസ്റ്റ് ലെവൽ ഓഫ് ബിഗർ ജേർണി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കില്ല് നമ്മൾ കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫിക് ഡിസൈനർ
അല്ലെങ്കിൽ നന്നായിട്ടൊരു കോണ്ടന്റ് റൈറ്റർ, ഒരു സ്ഥാപനത്തിൽ നന്നായിട്ട് ആർട്ടിക്കിൾസ് എഴുതുന്നു, മാർക്കറ്റിംഗ് പല പല ആർട്ടിക്കിൾസ് എഴുതുന്ന ആൾക്ക് സ്വന്തമായിട്ടൊരു കൺസൾട്ടൻസി തുടങ്ങാം, സെൽഫ് എംപ്ലോയിഡ് ആവാം. അപ്പൊ അതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് ഒരു നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അത്. അപ്പൊ അതിന് വലിയ റിസ്ക് ഇല്ല, കാരണം നമ്മുടെ തന്നെ സ്കില്ല് നമ്മൾ ബിസിനസ് ആക്കി ഡെവലപ്പ് ചെയ്യാണ്. പക്ഷെ അതിലൊരു ചെറിയ ചാലഞ്ച് ഉണ്ട്, എന്ന് വെച്ചാൽ അത് സ്കെയിലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് സ്കെയിലപ്പ് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഒരു ഓണ്ടർപ്രനിയൽ മൈൻഡ് സെറ്റിന്റെ ആവശ്യം. ഒരു സെൽഫ് എംപ്ലോയ്മെന്റിന് ഒരു വലിയ ഒരു ഓണ്ടർപ്രനിയൽ റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി വേണ്ട, കാരണം നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കില്ല് നമ്മൾ ഒരു ബിസിനസ് ആക്കുന്നേ ഉള്ളൂ. ബിസിനസ് ആക്കാൻ യെസ് ഓഫ് കോഴ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണം, നമുക്കൊരു കുറച്ച് ലൈസൻസസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ തന്നെ ഓപ്പറേഷൻസ് ആർ വെരി സ്മോൾ, എല്ലാം നമ്മളാണ് അതിന്റെ ഒരു ഫേസ്. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഞാനിപ്പോ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ച പോലെ ഒരു ഗ്രോസറി ഷോപ്പ് ഓണർ, ഒരു ആർക്കിടെക്ട്, ഇവരൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇടാൻ പറ്റുക. സ്വയമായിട്ട് ഒരു ബോസ് ഇല്ല, എനിക്കൊരു ബോസിനെ കാണേണ്ട, രാവിലെ എനിക്ക് എൻ്റെ ആയ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് ഒരു സെൽഫ് എംപ്ലോയിഡ് ട്രാക്കിലേക്ക് തുടങ്ങാം. ഇതായിരിക്കാം അവരുടെ ഒരു ജീവിതത്തിലെ ഫസ്റ്റ് ഈ റിസ്ക് എന്താണെന്നും റിസ്കിനെ ഫേസ് ചെയ്തിട്ടും ഒരു സ്ട്രെങ്ത് വരുത്താനും ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേം കൂടെ നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആശയങ്ങളെയും നമുക്ക് കുറേം കൂടെ വലുതാക്കാം, കുറേം കൂടെ ഒരു വലിയൊരു എന്റർപ്രൈസ് ലെവലിലേക്ക് പോകാൻ പറ്റും. ആൻഡ് ഒരു ഓണ്ടർപ്രനിയർ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ച പോലെ കുറേം കൂടെ ഒരു വലിയൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു സെൽഫ് ഓണർ എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഒരു പനി പിടിച്ച അല്ലെങ്കിൽ അങ്ങേർക്ക് ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല ഈ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. കാരണം അങ്ങേരാണ് ആ കടയിലെയും അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസിനെയും മെയിൻ തിങ്കിങ് ആളും കാര്യങ്ങൾ ചെയ്യുന്ന ആളും. പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുമ്പം അയാൾക്ക് ഒരു ടീമുണ്ട്, പല പല സ്കിൽസ് റിസോഴ്സസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് ആണ് ഒരു ഓണ്ടർപ്രനിയൽ ജേർണി എന്ന് പറയുന്നത്. സോ ഇപ്പൊ എനിക്ക് ഒരു സ്കിൽ ഇല്ലെങ്കിലും ഞാനൊരു ഇപ്പൊ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ വലിയ വലിയ വേർഡ്സ് ആണ് ഇന്നത്തെ കാലത്ത്. ഡേറ്റ അനലിറ്റിക്സ്, ഇപ്പം എനിക്ക് പേഴ്സണൽ ആയിട്ട് അതിന്റെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ മുരളി? എനിക്കൊരു ഫീഡ്ബാക്ക് തന്നാൽ കൊള്ളായിരുന്നു, ഞാൻ കുറെ നേരം സംസാരിക്കുന്നു. ക്ലിയർ ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ഇങ്ങനെയുള്ള ഇത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മാത്രം ഇരുന്ന് പഠിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ഇൻടു ദിസ് ലാർജർ ഏരിയാസ്. എനിക്ക് ചെറിയ ഓഡിയോ പ്രോബ്ലം ഉണ്ട്, എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഒരു ഓഡിയോ ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പറഞ്ഞോളൂ. ഞാൻ മാക്സിമം മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതായിരുന്നു, ഇങ്ങനെയുള്ള ലാർജർ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം ഇല്ലെങ്കിലും നമ്മൾ അതിന്റെ എക്സ്പേർട്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു വാറിൽ പോകുന്ന പോലെ നമ്മൾ റിസോഴ്സസ് ഗ്യാദർ ചെയ്തിട്ട് ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ആണ് ഒരു ഓണ്ടർപ്രണറിന് ജനറലി ഉണ്ടാവേണ്ട ഒരു മൈൻഡ് സെറ്റ്. So this is again, it is about a certain way of thinking, about the way in which you approach challenges and mistakes. ആ ഒരു കോൺസ്റ്റന്റ് എല്ലാ ഓണ്ടർപ്രണേഴ്സിനും കണ്ടുവരുന്നത് ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ they don't give up, it's just generally you try until you reach a level of success based on your own appetite for success. കാരണം എല്ലാവർക്കും സക്സസ് എന്നുള്ള ഒരു ആപ്പിറ്റൈറ്റ് വ്യത്യാസം ഉണ്ടാവാം. ഇപ്പൊ ഒരു സെൽഫ് എംപ്ലോയിഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലവർക്ക് അവർക്ക് ആകെ വേണ്ടത് ഒരു ബോസ് വേണ്ട, അല്ലെങ്കിൽ അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിന്റെ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് സെൽഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അത്രേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു സെൽഫ് എംപ്ലോയിഡ് ആൾക്ക് മതി. അതുകൊണ്ട് ആരും നമ്മൾ തെറ്റു പറയുന്നില്ല, അതായിരിക്കാം അവരുടെ ഒരു ഫസ്റ്റ് മോട്ടീവ്. പക്ഷെ പലരും മേ ബി ഡ്രിവൺ ബൈ ഒരു ലാർജർ കോസ് ആയിരിക്കാം, എന്ന് വെച്ചാൽ ഒരു റിയൽ പ്രോബ്ലം അവർ കാണുന്നു, അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ടു ഹെൽപ്പ് സൊസൈറ്റി അറ്റ് എ ബിഗർ ലെവൽ. അപ്പൊ അങ്ങനെ അറിയാത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു ജേർണിയിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരാം. എന്നാലും അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാണ്ട്
അതിനെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ജേർണിയാണ് ഓൺടർപ്രനിയൽ ജേർണി ജനറലി. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാനും എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച ഒരു കാര്യങ്ങളാണ് ഒരു ഇൻട്രോസ്പെക്റ്റീവ് മൈൻഡ് സെറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ജേർണിക്ക് മുമ്പ് നമുക്ക് എന്താവണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു 10 കൊല്ലോ അല്ലെങ്കിൽ 15 കൊല്ലത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു. ഇപ്പൊ നമുക്ക് പേപ്പറിലൊക്കെ സ്ഥിരം വായിക്കുന്ന ഒരു കാര്യമാണ്, എത്രയോ ആൾക്കാരെ ഡ്രഗ്സ് കാരണം പിടിക്കുന്നു, അല്ലെങ്കിൽ സ്മഗ്ലിംഗ് കൊണ്ട് പിടിക്കുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒരു പൈസ എന്നുള്ള അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, കുറെ സമ്പാദിക്കണം എന്നുള്ള ഒരു സിംഗിൾ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് കൂടെ പോകുമ്പം ഐ തിങ്ക് ദാറ്റ് ജേർണിക്ക് ഒരു അർത്ഥമില്ലാണ്ടായി പോവാണ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ മൈൻഡഡ് അപ്രോച്ച്. കാരണം എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയ കാറ് വേണം, കുറെ വീടുകൾ വേണം, ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യാൻ മടിക്കില്ല, ഈവൻ ഇൻ ദ റൈറ്റ് സെൻസ് ഓർ ദ റോങ് സെൻസ്, യുനോ. അപ്പം ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ജേർണിയാണ് പലവരും കണ്ടുവന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണുന്ന സിനിമകളിലും നമ്മുടെ കൾച്ചറൽ അപ്ബ്രിങ്ങിങ്ങിലും നമ്മുടെ ചുറ്റും ഉള്ള സ്റ്റോറീസിലെല്ലാം എല്ലാവരും കാണുന്നത് ആ ഒരു എൻഡ് റിസൾട്ട് ആണ്. ഒരു ഓൺടർപ്രനിയൽ ജേർണിയിൽ ഒരു സക്സസ്ഫുൾ ആളെ കാണുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് അവനെ പോലെ ആവണം. എന്നാ അവന്റെ ജേർണി ആരും കണ്ടു കാണില്ല, അയാളുടെ ഫെയിലിയേഴ്സ് ആരും ശ്രദ്ധിച്ചു കാണില്ല. അപ്പം ആ ഒരു എൻഡ് റിസൾട്ട് ഓഫ് ഹാവിങ് എ ബിഗ് ഹൗസ് is what is driving his whole idea towards entrepreneurship, which I think is not the right way of approach. അത് ഇപ്പം ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ഒരു NRI വലിയൊരു മില്യണയർ, ഐ തിങ്ക് ഹി ഓൺസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹൗസസ് ഇൻ കേരള, സംവെയർ ഇൻ നോർത്ത് കേരള. എനിക്ക് അങ്ങയുടെ പേര് അറിയില്ല. പക്ഷെ ആ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. എന്ന് വെച്ചാൽ വലിയ ഷിപ്പിംഗ് കമ്പനിയോ എന്തോ നടത്തുന്ന ഒരാളാണ്, 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ എന്തോ ഒരു വീട് വയനാട്ടിൽ എന്തോ പണിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞു, അതിന്റെ പാലുകാച്ചിന് മുമ്പ് അങ്ങേർക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു, ഒരു ബിൽഡിംഗിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഒരു സൈഡിൽ ഇഷ്ടംപോലെ പൈസ, ഒരു സൈഡിൽ അയാളുടെ മാനസികമായിട്ട് അയാൾക്ക് ഡിപ്രഷനും, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പം ഇതൊരു വലിയൊരു നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആൾക്ക് ഒരു ഡിപ്രഷനിൽ പോയി സ്വയം ജീവിതം കളയാൻ, എന്താണ് അയാളെ ആ ഒരു ലെവൽ വരെ എത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജേർണിയിൽ നമുക്ക് ഒരു ജേർണി തുടങ്ങുമ്പോൾ അത് പകുതിക്ക് ഇട്ട് പോവാൻ പല പല പ്രചോദനങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് പൈസ വരുന്നില്ല, കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു ഷോർട്ട് കട്ട് എടുക്കാനും ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകാൻ പല പ്രചോദനങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ലെഫ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഹാപ്പിനെസ്. ഇപ്പൊ അതാണ് നമ്മുടെ ജേർണിയുടെ ഒരു എൻഡ് റിസൾട്ട് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ടേം ജേർണീസിൽ നിന്ന് നമ്മുടെ കുറച്ചുകൂടെ ഒരു റൈറ്റ് ഡയറക്ഷൻ കൊടുക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഹാപ്പിനെസ്സും നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഈ കറക്റ്റ് ഡെഫിനിഷൻ കിട്ടാനാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിനൊക്കെ നമ്മുടെ ഹെൽപ്പ് വേണ്ടത്. ഹൗ ഡു യു ഡിഫൈൻ ഓൾ ദീസ് തിങ്സ് കറക്റ്റ്ലി? ഇസ് ഹാപ്പിനെസ് അബൌട്ട് ഹാവിങ് ലോട്ട് ഓഫ് മണി, ഓർ ഇസ് ഹാപ്പിനെസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? യുനോ, ചിലർക്ക് രാത്രി ഒട്ടും ഡെറ്റ് വേണ്ട, എനിക്ക് ഒട്ടും ഒരു പൈസ പോലും ഒരാൾക്ക് കടം കൊടുക്കാണ്ടിരിക്കുക, അതാണ് ചിലവർക്ക് ഹാപ്പിനെസ്. അല്ലെങ്കിൽ രാത്രി 8 മണി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങുക, അതാണ് ചിലവർക്ക് ഹാപ്പിനെസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റിക് ലെവൽ അല്ലല്ലോ, അതൊരു ഡൈനാമിക് പ്രോഗ്രഷൻ ഓഫ് ലൈഫാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ജേർണിക്ക് ഒരു ചെറിയൊരു പാത്ത് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ തിങ്ക് സ്പിരിച്വാലിറ്റി വേഴ്സസ് റിലീജിയൻ, ദാറ്റ്സ് എ ഹോൾ ഒരു വേറെ ഡിഫറെന്റ് ടോപ്പിക് ആണ്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഹ്യൂമൻ എൻഡെവറും ഒരു ബിസിനസിന്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി. ആൻഡ് ഹൗ ഐ ഡിഫൈൻ സ്പിരിച്വാലിറ്റി ഇസ് the ability to keep looking within, the ability to keep questioning your own potential. ആ നമ്മുടെ ജേർണിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, എങ്ങനെ അത് കറക്റ്റ് ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി ചെയ്യാം കാര്യങ്ങൾ.
അപ്പൊ ഇങ്ങനെ നമ്മൾ പല ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത്, ഇപ്പൊ നമുക്കൊരു കമ്പനി, ഒരു എന്റർപ്രൈസ് ഉണ്ട്. പല എക്സാമ്പിൾസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം അവിടുത്തെ ബോസുമാര് സ്റ്റാഫിന് പല മോശ രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല പല എക്സാമ്പിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഓവർ പവറിങ്, അല്ലെങ്കിൽ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചാല് നമ്മുടെ ആ ഒരു സക്സസിനെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു എവല്യൂഷൻ ആണ് ഈ ഒരു ജേർണി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ. എവറി സ്റ്റെപ്പ് ഷുഡ് ബി ടു മേക്ക് ourselves പ്യുവറർ ആൻഡ് പ്യുവറർ, ടു മേക്ക്. ഇപ്പൊ അമ്മ പറയുന്ന പോലെ ഒരു ഡയമണ്ടിനെ നമ്മൾ പോളിഷ് ചെയ്യാറില്ലേ, ഇങ്ങനെ പോളിഷ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു സ്പാർക്കിൾ വരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ കാണുന്നതാണ്, ആ ഒരു കാഴ്ചപ്പാടാണ് എന്റെ ഒരു ഐഡിയയിലെ സ്പിരിച്വാലിറ്റി. ആൻഡ് അത് മാക്സിമം നമ്മൾ ഒരു ജേർണിയിൽ എത്രത്തോളം നമുക്ക് നമ്മളെ റിഫ്ലക്ട് ചെയ്യാം, അതിലായിരിക്കും അതിന്റെ സക്സസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഞാൻ സദ്ഗുരുവിന്റെയും അങ്ങനെ പല സ്പിരിച്വൽ ആൾക്കാരെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പം ഓഫ്കോഴ്സ് ഇത് ഈ ഒരു നമ്മുടെ ടോപ്പിക്കിൽ നല്ലൊരു റെലവെന്റ് കോട്ടായിട്ട് എനിക്ക് തോന്നി. The only thing that stands between you and your success or well-being is that you have allowed others' thoughts and emotions to decide what you should be. You know, ഇത് വലിയൊരു, ഈ പല യങ്സ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫെയിൽ ആയാൽ ബാക്കിയുള്ളവർ എന്ത് പറയും? ഇപ്പൊ 10ാം ക്ലാസ്സിൽ ശരിക്കും മാർക്ക് വാങ്ങിക്കാത്തവര്, ചില അച്ഛന്മാര് അവരുടെ പേരൻസ് സൂയിസൈഡ് ചെയ്യുന്നു. പണ്ട് ഞാൻ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം കുട്ടികൾക്ക് മാർക്ക് ഇല്ലെങ്കിൽ പേരൻസ് ആണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു നമ്മുടെ സൊസൈറ്റൽ ഇമ്പാക്ട് ഓൺ ഹൗ ഫെയിലിയർ ഷുഡ് ബി ആക്ച്വലി റെസ്പെക്റ്റഡ് ആൻഡ് ഹൗ പീപ്പിൾ ഷുഡ് ബി മോട്ടിവേറ്റഡ് ടു ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ, അത് ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വരുന്നത്, ടു ടേക്ക് യു ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതും എനിക്ക് നല്ല ഒരു കോട്ടാണ്. ഞാനിത് ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് ഇത് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഓരോ സ്ലൈഡ്സ് ഞാൻ ഇടുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കോണ്ടെക്സ്റ്റില് ഈ ഹൗ ടു ലിവ് എ ഗുഡ് ലൈഫ്, അല്ലെങ്കിൽ ഹൗ ടു ഹാവ് എ ഗുഡ് ജേർണി ഓഫ് ലൈഫ്, ഇത് നമ്മുടെ ഭഗവത്ഗീത 2000 BC തന്നെ ഉള്ള കാര്യങ്ങളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നമ്മുടെ ഒരു സൈക്കിയില് രജിസ്റ്റർ ആകുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഫിയറും ആൻസൈറ്റിയാണ് നമ്മളെല്ലാരെയും ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് ഡിസിഷൻസ് എടുക്കാനും എല്ലാത്തിലും ഇതൊരു വലിയൊരു തടസ്സമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ രമണ മഹർഷി പറഞ്ഞ ഈ ഒരു കോട്ടും ഇറ്റ്സ് വെരി വെരി റെലവെന്റ് ടു ദിസ് ഐഡിയ. Mind is consciousness which has put on limitations. You are originally unlimited and perfect. Later you take on these limitations and become the mind. സോ ഇതിലും ഇത് തന്നെ, നമ്മൾ ആ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നു. ഇപ്പം ഒരു കുട്ടി ജനിക്കുന്നു, ഞാൻ എന്റെ ടോപ്പിക്സ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു വെച്ചാൽ എനിക്ക് റാൻഡമായിട്ട് തോട്ട്സ് വരുന്നത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ്. പണ്ട് ഒരു റിസർച്ച് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഒരേ പേരൻസിൽ നിന്ന് ജനിച്ച 2 കുട്ടികള്, ഒരു കുട്ടി പേരൻസിന്റെ കൂടെ തന്നെ ഒരു പാവം ഫാമിലിയിലായിരുന്നു, അവിടെ തന്നെ ജീവിച്ചു. വേറൊരു കുട്ടീനെ ഒരു വലിയൊരു റിച്ച് കപ്പിൾ ഓസ്ട്രേലിയയിൽ അങ്ങാണ്ട് കൊണ്ടുപോയി വളർത്തി. എന്നിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ആക്സസ് ചെയ്തപ്പം സെയിം DNA ആണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഓസ്ട്രേലിയയിൽ വളർന്ന കുട്ടിക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടും ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റി. കാരണം വെച്ചാല് ആ ഒരു എൻവയറമെന്റ് ആണ് അവരെ എന്തോ ആക്കുന്നത്. അപ്പം എന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഒരു സ്കോളർഷിപ്പ് വേണ്ടി ഞാൻ 2-3 ഇയേഴ്സ് അബ്രോഡ് ഞാൻ പോയായിരുന്നു. എനിക്ക് അവിടെ നിന്നപ്പോഴും അവിടെ തന്നെ താമസിക്കുമ്പോഴും അവിടുത്തെ ഒരു ന്യൂയോർക്കില് അവിടുത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഇൻ ടേംസ് ഓഫ് സ്പിരിച്വാലിറ്റി, ഇൻ ടേംസ് ഓഫ് ലൈഫ്, എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഒരു കണ്ടീഷനിങ്ങിനേക്കാളും ഒരു ഡിഫറെന്റ് അപ്രോച്ചിലേക്ക് നോക്കാൻ ഒരു പ്രചോദനം വന്നു. അത് പലതും നമുക്ക് അത് ഇൻവൈബ് ചെയ്യാനും പറ്റി ലൈഫിലേക്ക്. ഓക്കെ, ഞാൻ ഇത്രയും നാൾ ചിന്തിച്ച രീതി തെറ്റായിരുന്നു, ഇങ്ങനെയല്ല ഞാൻ ചിന്തിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വെരി സിമ്പിൾ, നമ്മളെ ജോലി രീതി. ഇന്ത്യയിൽ പല കമ്പനീസും കണ്ടാല്
5 മണി വരെ 9 to 5 PM ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ടൈം. പക്ഷെ 5 PM ആരെങ്കിലും ഓഫീസൊക്കെ പൂട്ടി പോവാൻ നേരത്ത് ബോസ് പറയുക നീ 5 മണിക്ക് പോവാണോ? അപ്പം ടിപ്പിക്കലി നമ്മുടെ ഒരു മെന്റാലിറ്റി 5 മണിയാണ് ഓഫീസ് ടൈം തീരുന്നതിൽ ഒരു 7:30 വരെങ്കിലും വർക്ക് ചെയ്താലേ ബോസിന് സന്തോഷം ആവുള്ളൂ. ഇങ്ങനെ ഒരു മെന്റാലിറ്റി ചില കമ്പനികളിലും ചില ഫ്രണ്ട്സ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ US വർക്ക് ചെയ്തപ്പം ഏറ്റവും സീനിയർ മാനേജർ ഷാർപ്പ് 5:30 അവർ സ്റ്റോപ്പ് ചെയ്ത് ആ പ്രൊഫഷണൽ ലൈഫ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അവർ പോവാണ്. ബേസിക് തിങ്സ്. ഐ മീൻ ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വർക്ക് സ്റ്റൈൽ അപ്രോച്ച്. This also I think is a very nice quote. Do not try to fix whatever comes in your life. Fix yourself in such a way that whatever comes you will be fine. Very profound thinking ആയിട്ട് എനിക്ക് തോന്നി. രഞ്ജിത്ജി, പറയൂ. സോറി ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ should I wait till you finish? Yeah, if it is just one question I'm okay. ഓക്കെ, എനിക്ക് ഈ ഒരു ടോപ്പിക് റെലവെന്റ് ആയി തോന്നുന്നു. ബിസിനസ്സിൽ താങ്കൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു? അതെങ്ങനെ തരണം ചെയ്തു? ഓക്കെ, അപ്പം നമ്മുടെ ഒരു ജേർണിയിൽ ഈ പ്രതിസന്ധികൾ എന്ന് പറയുമ്പം നമ്മളത് ഫേസ് ചെയ്യുമ്പോഴാണ് ഈ പ്രതിസന്ധി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഫേസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം ഒരു വെള്ളത്തിൽ നമ്മൾ ചാടി അല്ലെങ്കിൽ നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ വീണു, അവിടെ കടന്ന് നമ്മൾ ശ്വാസം കിട്ടാണ്ട് അടിക്കുമ്പം ആ സമയത്തിനെ നമ്മൾ പ്രതിസന്ധി എന്ന് വിളിക്കുന്നുള്ളൂ. പക്ഷെ അവിടുന്ന് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒന്നല്ലെങ്കിൽ നമ്മൾ തന്നെ നീന്തി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കൈ പിടിച്ച് പൊക്കിയെടുത്തു, എന്നിട്ട് നമ്മൾ തിരിച്ച് ജീവിക്കുന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പം അതൊരു പ്രതിസന്ധി അല്ല എന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നാറ്. അതൊരു ലൈഫിലെ ഒരു ലേണിംഗ് ആയിട്ടാണ് പൊതുവെ കണ്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം പല പല കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ഈ കഴിഞ്ഞ 20 കൊല്ലത്തില് ഇഷ്ടം പോലെ പേഴ്സണൽ സെറ്റ് ബാക്സ് വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ സെറ്റ് ബാക്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഓരോ സമയത്തും പല നിമിത്തമായിട്ട് പലവരും പല സന്ദർഭങ്ങളിലും എനിക്ക് ഇതിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു റിലീഫ് വന്നിട്ടുമുണ്ട്. പക്ഷെ അതിനെ പേടിച്ച് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ജേർണിനെ ഞാൻ നിർത്താൻ നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ എത്രത്തോളം ജേർണി ചെയ്യുന്നു, ഇപ്പം എല്ലാവരും ഒരു സെയിങ് ഉണ്ടല്ലോ, എനിക്ക് അമ്മയും പറയാറുണ്ട്, ഈ നമ്മളെല്ലാവരും നമ്മുടെ ഒരു കഥ, ഈ ജീവിതം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഒരു വലിയൊരു പുസ്തകത്തിൽ നമ്മുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് ഈ ഫുൾ സ്റ്റോപ്പും കുത്തും പോലെ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ ബി ഫൈൻ. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അച്ഛനും പറയാറുണ്ട് ഒരു ഇത്, നമ്മള് ബാഡ്മിന്റൺ കളിക്കുമ്പം ചില സമയത്ത് എല്ലാം നമുക്ക് വരുന്ന സ്മാഷസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഒരു റോള് വെറുതെ ഡിഫെൻഡ് ചെയ്ത് ഷട്ടിൽ കോക്ക് താഴെ ഇടാണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അതിങ്ങനെ കുറെ വന്നിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമുക്ക് അങ്ങോട്ട് സ്മാഷ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അതുവരെ നമ്മൾ ചിലപ്പോൾ ഡിഫെൻഡിങ് ആയിരിക്കും, ഒരു ഒഫൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റിയെന്നും വരില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസിന് ആ സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ വരികയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിനും ഈ നമ്മള് ഒരു സ്പിരിച്വൽ ജേർണിയാണ് ഞാൻ ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മളെ ഒരു ഫുൾ സ്റ്റോപ്പ് എല്ലാം നിർത്തി, അല്ലെങ്കിൽ ഒരു കോമ, നമ്മുടെ ജീവിതത്തിൽ ഒരു കോമ സിറ്റുവേഷൻ അല്ലെങ്കിൽ സെമിക്കോളൻ സിറ്റുവേഷൻ എത്തുമ്പം എന്നാൽ ശരി, ഇത് കുറച്ചുനാൾ ഇങ്ങനെ ഉണ്ടാവും, കുഴപ്പമില്ല, എനിക്കിപ്പം ഗ്രോത്ത് ഇല്ല, ശരിയാണ്, ഐ എം നോട്ട് ഗോയിങ് ടു ഗ്രോ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഗ്രോത്ത് എനിക്ക് ഈ കൊല്ലം കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഈ കോവിഡ് സമയത്ത് എനിക്ക് ചിലപ്പം വെറുതെ ഇപ്പം എന്താ പറയുക കപ്പല് മുങ്ങാണ്ട് ശ്രദ്ധിക്കുക എന്നല്ലാണ്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ ബോട്ട് എടുത്ത് നല്ല സ്പീഡിൽ പോകാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും വലിയൊരു പ്രശ്നത്തിലേക്ക് ഞാൻ ചിലപ്പോൾ ചാടിയെന്ന് വരും. അപ്പൊ ഈ ഒരു ഫേസ് ഓഫ് ലൈഫിൽ മേ ബി എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ, ഉള്ള കപ്പല് മുങ്ങാണ്ട് നോക്കുക, എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്കൊക്കെ അടയ്ക്കുക, കൂടുതൽ ഭാരം ഞാൻ ചുമക്കണമെങ്കിൽ ആ ഭാരമൊക്കെ എടുത്ത് കടലിലേക്ക് ഇട്ട് തൽക്കാലം ഒന്ന് ജേർണി സ്മൂത്ത് ആക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം ഐ തിങ്ക് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ, മുരളി. Yes, definitely. എന്തോ കേരളത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, അതായത് കേരളം പൊതുവെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല
എന്നൊരു പേഴ്സൺ ഉണ്ട്, പക്ഷെ മാത്രമല്ല യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാം. ഞാൻ അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷെ താങ്കൾ ഇവിടെ ഇപ്പം കേരളത്തിൽ ബിസിനസ് നടത്തുന്നു, ഏകദേശം 1.5 വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു. അപ്പം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഡു യു അഗ്രി വിത്ത് ദിസ് ഓർ ഡു യു തിങ്ക് ചാലഞ്ചസ് ഇല്ല? അല്ല, ഇന്നത്തെ ഒരു ഗ്ലോബൽ എക്കോണമി അല്ലെങ്കിൽ ഒരു വെൽ കണക്റ്റഡ് സൊസൈറ്റിയിൽ കേരളത്തിലുള്ള ബിസിനസ് നടക്കില്ല എന്ന് പറയുന്നത് അതൊരു ഷോർട്ട് സൈറ്റഡ് അപ്രോച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ ഒരു ഇന്ത്യയില് കേരളം എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി, ആ ഒരു പാലക്കാടും കോയമ്പത്തൂരും ഒരു വാളയാർ ബൗണ്ടറി ഉണ്ട്. അതിനെയാണ് നമ്മൾ കേരളവും തമിഴ്നാടും എന്ന് ഡിവൈഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബൗണ്ടറി ആണല്ലോ വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ കുറെ കാര്യങ്ങള് നമ്മുടെ ഒരു സക്സസിനെ നമ്മുടെ പോളിസി, ഗവൺമെന്റ് പോളിസീസ് അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ്, ദിസ് ഇസ് ഇൻ ടേംസ് ഓഫ് ലാർജർ ബിസിനസ്സസ്. ഇപ്പൊ ഒരു വലിയൊരു ഓണ്ടർപ്രണിയർ ഒരു വലിയൊരു ഫാക്ടറി സെറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഇന്ത്യ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മോദിജി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേം തൊട്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈസ് ഓഫ് ബിസിനസ്സിലെ നമ്മളെ റാങ്കിങ് എത്രത്തോളം എളുപ്പമാക്കാൻ നോക്കുന്നത്. ഐ തിങ്ക് ലാസ്റ്റ് 7 കൊല്ലമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈസ് ഓഫ് ബിസിനസ് റാങ്കിങ്. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. ഐ മീൻ വലിയ എന്റർപ്രൈസസിന് വരാനും ഒരു സെറ്റപ്പ് ചെയ്യാനും പോളിസി ഓഫ് ദ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഇസ് എ വെരി ബിഗ് ഫാക്ടർ. ബട്ട് ഒരു പേഴ്സണൽ ലെവലിൽ നോക്കിയാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് മാറ്റർ. ബിക്കോസ് ഈ ഒരു കാര്യം ഓഫ് കോഴ്സ് ഇറ്റ് മാറ്റേഴ്സ് ഇഫ് യു വാണ്ട് ടു സ്കെയിൽ അപ്പ്. യുനോ, ഇപ്പം എന്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ജോലി എനിക്ക് ഇപ്പോഴും കേരളത്തിൽ ഒരു കസ്റ്റമർ ബേസ് ഇല്ല. പക്ഷെ എന്റെ കസ്റ്റമർ ബേസ് മുഴുവൻ ബാംഗ്ലൂരും ചെന്നൈയും അങ്ങനെയുള്ള സിറ്റീസിലാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ, പക്ഷെ എന്റെ കോർ ഓഫീസ് ഇവിടെയാണ്, ഇവിടുത്തെ ആൾക്കാരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ദ മെയിൻ ടീം ഇസ് ബേസ്ഡ് ഹിയർ. അപ്പം നമ്മൾ അത് ഒരു സിംഗിൾ മൈൻഡഡ് ഒരു ബിസിനസിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പീപ്പിൾ, ഇറ്റ്സ് മാർക്കറ്റ്സ്, ഇറ്റ്സ് ദ പ്രോഡക്റ്റ്. മനസ്സിലാവുണ്ടോ? ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല്, നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ റിക്വയർമെന്റ് ഇല്ലാത്തൊരു സാധനത്തിന്റെ ഞാനൊരു കട ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫെയിലിയർ ആയി എന്നിട്ട് നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു റിസർച്ച് ചെയ്യണം. എന്ത് ബിസിനസ് ചെയ്താലും അതിന്റെ ഒരു സക്സസിനുള്ള ഒരു ചാൻസ് ഈ മാർക്കറ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാണ്ട് നമ്മളെല്ലാം ഗവൺമെന്റിനെ കുറ്റം പറയുമോ അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ യു ഹാവ് ടു അഡാപ്റ്റ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പം വന്നു ഒരു 2 years ഐ ട്രൈഡ് ഇൻ കേരള. 2 കൊല്ലം കഴിയുമ്പോൾ എന്റെ ഒരു സർവീസിന് ഇവിടെ മാർക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ I tried looking at other markets. So now I am happy in that sense that there is sufficient business to sustain myself. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഇപ്പം വേണമെങ്കിൽ എനിക്ക് അന്ന് പൂട്ടിയിട്ടിട്ട് കേരളത്തിൽ 2 വർഷമായി ഓടി കിടക്കുന്നു, ഒരു ബിസിനസ്സും കിട്ടിയില്ല, ശരി നിർത്തി നമുക്ക് ജോലിക്ക് പോവാം, അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ യു ലുക്ക് ഇൻ ടു ഡിഫറെന്റ്, അല്ലെങ്കിൽ യു ചേഞ്ച് യുവർ ഓഫറിംഗ്. യുനോ, നമ്മുടെ പ്രോഡക്റ്റിനെ ഇപ്പൊ കേരള കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിനു വേണ്ടി അഡാപ്റ്റ് ചെയ്യാം. അപ്പം ഈ സക്സസും ഫെയിലിയറും ഐ തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് റോങ് സ്ട്രാറ്റജി rather than a failure. You don't say failure as a failure for a person. It's just failed strategy. You just have to change your strategy in terms of multiple things: product, process, people you are working with. Maybe ഇപ്പൊ നമുക്ക് ഒരു പക്ഷേ ബിസിനസ് കിട്ടാത്തത് എന്റെ സെയിൽസ് മാനേജർ മോശമായതുകൊണ്ടായിരിക്കാം. അപ്പം ചിലപ്പം ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും മാർക്കറ്റിൽ സെല് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു കംപ്ലീറ്റ് സെയിൽസ് ടീമിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമ്മള് ആ ഒരു ഇൻട്രോസ്പെക്റ്റീവ് അപ്രോച്ച് കൂടെ നോക്കണം നമ്മള് ബിസിനസിനെ. ചാറ്റിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതർ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാം. Okay, we'll go a little further on the presentation and then we'll come back. Okay, sure, that's fine. Yeah, okay. All right, so now ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഈ ഒരു ടോപ്പിക് എനിക്ക് തന്നപ്പം
ഒരു ഫ്ലോ ഓഫ് തോട്ട് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഐ ജസ്റ്റ് ഡിഡ് സം റിസർച്ച്. സോ വൺ ഓഫ് ദ നമ്മുടെ എല്ലാ ഇതൊരു വലിയൊരു എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എന്ന് എനിക്ക് വിചാരിക്കുന്നു, ഈ മാസ്ലോസ് ഹൈറാർക്കി. ഒരു മാസ്ലോ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇങ്ങേരുടെ പല ഇന്റർവ്യൂസിൽ നിന്നും വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് 1930s 1900 സമയത്ത് ഉണ്ടാക്കിയ ഒരു പിരമിഡാണ്. ഒരു ജനറൽ ഒരു വ്യക്തിയുടെ എങ്ങനെയാണ് അവരുടെ മാനസിക അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റിന്റെ പ്രോഗ്രഷൻ. So basics, everyone starts with food, water and shelter, safety, relationships, esteem. അപ്പൊ ഈ അവസാനത്തെ 1-2 കാര്യങ്ങൾ ശരിയാവാണ്ട് നമുക്കൊരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകാൻ ഭയങ്കര എളുപ്പമല്ല. അപ്പം ഐ തിങ്ക് ഞാനിത് എവിടെ വായിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദനാണോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു സ്പിരിച്വാലിറ്റി, പട്ടിണി ഉള്ളവരോട് നമുക്ക് സ്പിരിച്വാലിറ്റി സംസാരിക്കാൻ പറ്റില്ല. അവന്റെ പട്ടിണിയും അവന്റെ വിശപ്പും മാറ്റാണ്ട് നമ്മൾ അവരെ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സോ ഹിസ് ബേസിക് റിക്വയർമെന്റ്സ് ആണ് ഫസ്റ്റ് ആവശ്യം. അപ്പൊ പലരും ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് പലരും ഒരു ഓണ്ടർപ്രനിയൽ സ്വപ്നമുള്ളവര് ചിലപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടാവും. നമ്മുടെ നെയ്ബർ പക്ഷെ ചിലപ്പം നമ്മളെക്കാളും ഒരു കഴിവില്ലാത്തവൻ ചിലപ്പം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിരിക്കാം. ബട്ട് ഐ തിങ്ക് നമ്മുടെ ജേർണി നമ്മൾ തന്നെ ക്രാഫ്റ്റ് ചെയ്യണം എന്നാണ് ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. സോ ഇതിലും ഈ മാസ്ലോസ് ഹൈറാർക്കി ഒരു വെസ്റ്റേൺ തിങ്കിങ് ആണ്. ഇതൊരു നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫിയും ഒരു വെസ്റ്റേൺ ഫിലോസഫിയും നോക്കിയാൽ, ബട്ട് എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ മാസ്ലോസ് ഹൈറാർക്കി ഞാൻ വായിച്ചപ്പോഴും കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈസ്റ്റേൺ ഫിലോസഫി എന്നാണ് അതും വരുന്നേക്കുന്നത്. വെച്ചാൽ ഇഫ് യു ലുക്ക് അറ്റ് എവറിത്തിങ് യു ആർ കേപ്പബിൾ ഓഫ് ബിക്കമിങ്, ദ എബിലിറ്റി ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അത് വെരി പ്രൊഫൗണ്ട് ആണ്. ആർ വി ഇൻവെസ്റ്റിംഗ് ഇൻ ആർ സെൽസ് ഓൺ എ ഡെയിലി ബേസിസ് ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്? Be it in business, be it in personal life. Are you becoming a better father? Are you becoming a better entrepreneur? Are you becoming a better person in life? I think all this is very well integrated in your overall journey. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പം ഇതും ഒരു ഫിലോസഫിക്കൽ, ഞാൻ കുറച്ചൊരു ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഇതിന് കൊണ്ടുവന്നേ ഉള്ളൂ. ബിക്കോസ് this forms the undercurrent based on which I think literally everyone should develop their personality or their strengths. നമ്മുടെ ഭഗവത്ഗീതയിൽ ഈ ത്രിഗുണാസിനെ പറ്റി സംസാരിക്കാറുണ്ട്. ഐ മീൻ ഒരു വലിയൊരു ഇതുണ്ട്. എനിക്ക് ഇതിനെ പറ്റി ഒരു ഡെപ്ത്, ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് വെരി ലിമിറ്റഡ് നോളജേ ഉള്ളൂ. ഇതിന്റെ പ്രൊഫൗണ്ടായിട്ട് പറയാൻ ഇഷ്ടംപോലെ വേറെ ബ്രഹ്മചാരിമാരൊക്കെ ഉണ്ട് നമ്മുടെ ആശ്രമത്തില്. ബട്ട് എന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റില് ഇതിനെപ്പറ്റി ഒന്ന് അവെയർ ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു ഈസ്റ്റേൺ ഫിലോസഫിയില് കാരണം എപ്പോഴും പല പ്രസന്റേഷൻസ് ഞാൻ കാണുമ്പോൾ എല്ലാവരും മാസ്ലോസ് ഹൈറാർക്കിയാണ് കാണാറ് ഇൻ ജനറൽ. ബട്ട് ഈ ത്രിഗുണാസിനെ പറ്റി ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എനിക്കതിനൊരു ഇൻക്വിസിറ്റീവ്നെസ് വന്നു അതെന്താണെന്ന് മനസ്സിലാക്കാൻ. ഇറ്റ്സ് എ ബേസിക് തിങ്, സത്വിക്, രജസിക് ആൻഡ് തമസിക് എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും is a combination of these 3 elements, and how you are aware of these 3 elements in your life. നമ്മൾ ചെയ്യുന്ന ഓരോ സ്ക്രീൻ ഷെയറിംഗ് മിസ്സായി, സ്ക്രീൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാവോ? സ്ക്രീൻ ഷെയർ മിസ്സായിട്ടില്ല, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. വെങ്കടേഷ് ജസ്റ്റ് ഐക്കണിനകത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആയിട്ടില്ല, ചെക്ക് ചെയ്യൂ. ഓൺ ആണ്. ഇവിടെ ഇപ്പോഴും പ്രസന്റിംഗ് കാണുന്നു. പ്രസന്റിംഗ് ആണ്. ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അവിടെ എനിക്കൊന്നും ആരോ മൈക്രോഫോൺ ഓൺ ആയതുകൊണ്ട് കുറെ ഡിസ്റ്റർബൻസ് ഉണ്ട്.
ശരി. ഇപ്പൊ കാണാം. Yeah. കണ്ടിന്യൂ ചെയ്തോളൂ രഞ്ജിജി, കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ മ്യൂട്ട് ചെയ്തോളാം. So I would recommend that. I think ഈ ഒരു ജേർണിയിലെ I think reading and getting yourself exposed to different subject matters in terms of spiritual and entrepreneur is very important. അപ്പൊ ഞാൻ ഇതൊരു നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിനെ ഒന്ന് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ഡ്വെൽ ഡീപ്പർ ഇൻ ടു what Sattvic and Rajasic and Tamasic is, because that's beyond the scope of this. But on a level, I think that എനിക്കും ഇപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് വലിയൊരു അവയർനെസ് പേഴ്സണലായിട്ട് നമുക്ക് ആർക്കും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഇതിന്റെ ഒരു ബേസിക് ഒരു ഓൺ എ മാക്രോ ലെവൽ വാട്ട് ഇസ് ദിസ് നമ്മള് ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു സ്ലൈഡിൽ ഇട്ട പോലെ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുമ്പം ആർ വി ഗെറ്റിംഗ് വറീഡ്, ആർ വി ടു വറീഡ് അബൌട്ട് മേക്കിംഗ് മണി? So then at least നമ്മുടെ മനസ്സിൽ ഓക്കെ ദിസ് ഇസ് രജസിക് ക്വാളിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സത്വിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ലെവലിലേക്കാണോ നമ്മളെ ഡെയിലി പുഷ് ചെയ്യുന്നത്? സോ സം പീപ്പിൾ ഇറ്റ് മൈ ടേക്ക് 5 within 2-3 years they might evolve to be a very sattvic person. Some people it might take a whole lifetime to move to that sattvic level of thinking, but that's okay. I mean I think നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും കഥകളും എല്ലാം വ്യത്യാസം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പേസ് എടുത്ത് നമ്മൾ ആർ ബി മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ? ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. So I think that is what this whole slide is all about. And again, coming back, it says life exists for the purpose of acquiring experience and knowing the self. The gunas are meant to facilitate this spiritual endeavor. They reveal, conceal and stir us up, all for the purpose of drawing us closer to Purusha the knower. ഇത് കുറച്ചൊരു ഹൈ ഫണ്ട് ആയിട്ടാണ് the words are, but I think ഒരു വെരി ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഓഫ് our daily activities and our involvement with our daily people around us, with be it family or employees or customers or vendors. If you're just being aware that are my actions causing pain, or is it helping to drive my message or my life to a bigger ideal? I think this is what our purpose should be. ഇപ്പൊ പലവരും ഇപ്പം എൻ്റെ ഒരു കേസാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ കുറെ നാൾ ഇപ്പൊ നമ്മൾ സ്പിരിച്വൽ ബുക്സ് ഒന്നും വായിക്കാണ്ടിരുന്ന ചിലപ്പോൾ നമ്മുടെ ആ ഒരു നല്ല തിങ്കിങ് ഒക്കെ ചിലപ്പോൾ ഒത്തിരി ഡൗണിലേക്ക് പോകും. അത് എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയിട്ടുണ്ട്. ചിലവർക്ക് എപ്പോഴും എപ്പോഴും മോട്ടിവേറ്റ്, ചിലവർക്ക് അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ പോവാ, അവിടെ ഒരു റെജുവിനേഷൻ വേണ്ടി ചിലപ്പോൾ പോവാ. അപ്പൊ അങ്ങനെ വരുമ്പം കുറച്ച് നാളത്തേക്ക് നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങും ആ ഒരു വിഷമങ്ങൾ വരിക, അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ചാലഞ്ചസിനെ അതിജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആയ രീതിയിൽ നമുക്കത് ചൂസ് ചെയ്യാം. It can be either reading a lot of books or visiting temples or ashrams. It's all up to each of us. I mean, there is no I don't think there's a definite a flow chart that you can give people on how to do this. ഇതും നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. I just putting across one slide, just that all this is very very interesting was that what I found, നമ്മുടെ സ്ക്രിപ്ചേഴ്സിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ ആ മെന്റൽ സ്റ്റേറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ടൂൾസ് തന്നിട്ടുണ്ട്. It's been there with us for 3,000 years and we have hardly used anything, and still we sit at home worrying, അയ്യോ ഞാൻ ബിസിനസ് ചെയ്താ നഷ്ടമാവോ, എനിക്ക് പേടിയാണ്. അപ്പം ഇറ്റ്സ് വെരി വെരി നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇറ്റ്സ് സോ സാഡ് that in spite of being born in such a culturally and spiritually rich place like India, we still are wavering in our very basic decision making capability, which is, for everyone, for me, for everyone, what I've observed, they just can't take the decisions. They are still worried, what can happen, and what if things go wrong. But നമ്മുടെ സ്ക്രിപ്ചേഴ്സ് ഒക്കെ പഠിപ്പിച്ചേക്കെന്ന് വെച്ചാൽ
you will definitely bounce back. There's nothing to fear at all, you know. Literally there's nothing to fear if you are taking it the right way. അപ്പൊ ഈ ഒരു ചാർട്ടിൽ എനിക്ക് മനസ്സിലാക്കിയത് അർത്ഥ, കാമ, ധർമ്മ ആൻഡ് മോക്ഷ. അപ്പൊ മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വലിൽ പെട്ടെന്ന് എല്ലാവരും ഒരു എൻലൈറ്റൻമെന്റ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകണ്ട. അപ്പൊ ഞാൻ പറയുന്ന മോക്ഷ ക്യാൻ ബി എ വെരി വേർഡ്ലി എക്സ്പീരിയൻസ് ഓൾസോ. ഇറ്റ് നീഡ് നോട്ട് ബി ഒരു ട്രാൻസ്ഡെൻഷ്യൽ experience. You know, it can be just that you are in control of your artha, kama and dharma. You know, if you are at least aware of that, you are at least taking that first step to. So moksha might be a word with a huge different meaning, but nammada context I think it's about you know, having control on these three strong desire based, or you know, these three elements of our life. So artha basically it means that നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമുക്കൊരു ഭക്ഷണവും പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് നമുക്ക് സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാൻ പറ്റില്ല. അതേപോലെ പട്ടിണി കിടക്കുന്ന ആളോട് സെൽഫ് ഭയങ്കര മോട്ടിവേഷൻ ടോക്ക് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മളെ സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നാളെ നമ്മുടെ ലോകത്തിലേക്ക് സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ദ ബോഡി ആസ് എ ടെമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് യുവർ ബോഡി ആസ് എ ടെമ്പിൾ ആൻഡ് ദ സോൾ ആസ് ദ എനർജി സോഴ്സ്, അതിനെ സൂക്ഷിക്കാനും അതിനും ഒരു ബേസിക് കംഫർട്ട് ലെവൽ നമ്മൾ എത്തിക്കണം അല്ലെ. അപ്പൊ അതാണ് ഞാൻ ആ സെൽഫ് എംപ്ലോയ്മെന്റും പറഞ്ഞത്. സെൽഫ് എംപ്ലോയ്മെന്റ് വേഴ്സ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നതിലും ഈ ഒരു സ്ലൈഡിലും ഞാൻ ഒരു സിമിലാരിറ്റി കാണുന്നത്, നമ്മൾ ആ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് വഴി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കുക, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുക, ഒരു ബേസിക് സേവിങ്സ് ഉണ്ടാക്കുക. യുനോ, ഒരു വീടില്ല, ഒരു വീട് പണിയുക, കുറച്ച് ബാങ്ക് ബാലൻസ് വേണം, ഓക്കെ, കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള യുനോ, if I'm taking some big risk, I should not put them into trouble. So how can I safeguard their interest? So this is what they mean by artha, the right amount of wealth, you know, which is a fine line that you have to draw. Similarly, kama also, you know, that deep urge for passion and the success, glory, നമ്മളെ പറ്റി ആൾക്കാർ കുറെ പൊക്കി പറയണം, ഇങ്ങനെയുള്ള ആ ഓരോ ഇതാണ് ആ ഡിസയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബാലൻസ് ആണ് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആസ് വി ടേക്ക് ദിസ് ജേർണി ആൻഡ് ഹാവിംഗ് ദാറ്റ് ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റിന്റെ ഒരു അടിസ്ഥാനം. പറഞ്ഞോളൂ മുരളി. നമുക്ക് ഒരു ഓൾമോസ്റ്റ് ടൈം ആയി, ഒന്ന് സ്പീഡപ്പ് ആക്കിയ 2 ക്വസ്റ്റ്യൻസ് ചാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രസന്റേഷൻ ഒന്ന് ആക്സലറേറ്റ് ചെയ്ത് തന്നായിരുന്നു. Sure. So I'll just skip off for 2 more. So in respect, okay, in retrospective, ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചതിലും മുരളിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ, the biggest stumbling block to your growth is not products, failure, markets or ideas. ഇതൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ കിട്ടാൻ. And I think in the world, in the last 100 years, today is the best time to do business. കാരണം we are connected across the globe. ഇപ്പൊ നാളെ എനിക്ക് ഒരു സാധനം അമേരിക്കയിൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ നേരെ ലിങ്ക്ഡിൻ നോക്കുക, അവിടുത്തെ ഉള്ള ആൾക്കാരെ, അവിടുത്തെ സീനിയർ ആൾക്കാരെ കണ്ടുപിടിക്കുക, സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദം. Now, if you want a product from China, you can look into Alibaba or AliExpress or whatever and try to source a component from China. So today it's such a well-connected society with internet and everything, all the logistics, supply chain. There is no reason that you should ever fail. You know, if you have a well thought out strategy. And the only thing which will make you fail is this. It's doubt and lack of self-worth. നമ്മളെ താന്ന് കാണുന്നു എല്ലാ പലവരും. ഞാൻ പലവരെയും കാണാത്ത എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടും പലവരും ഇപ്പം 10-20 കൊല്ലമായിട്ട് ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. They have made enough money to, you know, take care of themselves. But still മനസ്സിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്നാലും ആ സ്റ്റെപ്പ് എടുക്കാൻ ഒരു ഭയം. You know, so and that basically our self-worth, you know, ഞാൻ ഇന്ന് എന്താണോ അതല്ല ഞാൻ എന്നുള്ളൊരു തോന്നൽ. യുനോ, if we think that we are all part of, or we are all work in progress, you know, if you think that we are all work in progress, then I think life will be much better. കാരണം നാളെ ഞാൻ വലിയൊരു, അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയൊരു സംഭവമായി മാറാം, പക്ഷെ ഇന്ന് ഞാൻ ചിലപ്പോൾ ചെറിയവനായിരിക്കാം. പക്ഷെ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടെ കൂടെ കാണുമ്പം I think you will stop doubting yourself, you know, because you're always aspiring for a better tomorrow.
ഇതും ചെറിയൊരു ഇത് എനിക്ക് പറയാനുള്ളത്, ഈ റിസ്ക് എന്താണ്, റിസ്ക്കും ഗാമ്പിളും. യുനോ ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദ ബിഗ്ഗസ്റ്റ് ബിസിനസ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ്, ദേ ഹാവ് എ വെരി ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് ഇസ് ദ റിസ്ക് എലിമെന്റ്. പലവരും പേടിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം റിസ്ക് അല്ലേ, പെട്ടെന്നൊരു വാക്കാണ് മനസ്സിൽ വരുന്നത്, ഇത് റിസ്ക് ആണോ? പക്ഷേ റിസ്ക്കും ഗാമ്പിളും തമ്മിൽ, ഇപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ യു ആർ സ്റ്റഡിയിങ് ഇറ്റ്. When you are getting into a market, what is the risk of your failure is totally dependent on how well you have studied the market or how well you know your customer. So risk has a certain, at least 50% knowledge on the risk. But gamble is like, ഇപ്പം ഞാൻ ബിസിനസ് തുടങ്ങുന്നു, എന്റെ വീട് മുഴുവൻ ഞാൻ കൊളാറ്ററൽ ആയിട്ട് കൊടുത്തു, എന്റെ പൈസ എല്ലായിടത്തും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ദാറ്റ് ഇസ് ഗാമ്പിൾ. അങ്ങനെ ചെയ്തിട്ട് ബിസിനസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അയാളെ ഒരു സക്സസ്ഫുൾ, ഒരു നല്ലൊരു ഓണ്ടർപ്രണർ എന്ന് പറയാൻ പറ്റില്ല. സോ ഗുഡ് ഓണ്ടർപ്രണേഴ്സ് നെവർ റിസ്ക് ദെയർ അസറ്റ്സ്. Typically they safeguard their and their family's interest before they get into all these things. So because of lack of time, I think I'll just go through. I think I've dwelled a lot into multiple topics, but this is in general. This is not a exhaustive or a list by itself. It can I just thought these are very relevant to live a life of intention. When I say own your power, it's about that self-worth. Focus on quality over quantity. Today, if you're selling a product, the idea is to have a very good product. You may not make big money today, but if you have a product, you establish your brand, you will be much bigger than what you are today. See failure as a necessary step towards success. So this is, again, when you think of yourself as a work in progress, all these failures and setbacks, you will be able to easily come out, thinking that yes, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടി കൂടെ കാണുമ്പം I think life becomes a little more peaceful and calm rather than getting agitated. Approach problem from all sides. This is also a very key, which I think is very important, because point number 11, നമ്മൾക്ക് ആ ഒരു ബ്ലിങ്കർ അപ്രോച്ച് ഉണ്ടല്ലോ, നമ്മൾ എന്ത് കാണുമ്പോഴും ഒരേ ആംഗിളിൽ കൂടെ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതേ ഒരു രീതി ഉള്ളൂ ഈ ഒരു കാര്യം ചെയ്യാൻ, അങ്ങനെയുള്ള പഴയ കാഴ്ചപ്പാടിനേക്കാളും നല്ലത് പല ആംഗിളിൽ ചിന്തിക്കാം, പല രീതിയിൽ നമുക്ക് ഒരു പ്രോബ്ലത്തിന്. ഇറ്റ്സ് ഫോർ നോട്ട് ഓൺലി ഫോർ ബിസിനസ്, ഫോർ പേഴ്സണൽ ലൈഫ്, എല്ലാത്തിനും. സോ വെൻ ഐ ലുക്ക് അറ്റ്, ഇപ്പൊ എൻ്റെ ഒരു personal life ആണെങ്കിൽ, I don't see my life, my business, my entrepreneurship, everything as different. It's all life. You're just living your life the way you want it to be, where everything is, you can't differentiate different things, it's just one life. This very ഇത് എനിക്ക് വലിയൊരു, ഞാനൊരു 10 കൊല്ലം മുമ്പ് ഇതിനെ പറ്റിയൊക്കെ വായിച്ചപ്പം ഇത് വലിയൊരു കാര്യമായിരുന്നു എനിക്ക്. The biggest entrepreneurs who made a big difference lived like a miser. It's quite counterintuitive, because നമ്മൾ കണ്ടു വളർന്ന എല്ലാം നമ്മുടെ കേരള സമൂഹം തന്നെ നമുക്ക് പറയാം. അപ്പൊ മുരളി പറഞ്ഞ ഒരു എക്സാമ്പിൾ, കേരള സമൂഹത്തില് ഏറ്റവും വലിയ പൈസക്കാരെന്ന് പറഞ്ഞാൽ ഒരു BMW അല്ലെങ്കിൽ ഒരു വലിയൊരു വീട് വേണം. അതാണ് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഇത്. പക്ഷെ ഈ വാറൻ ബുഫറ്റ്, I'm sure many people know about Warren Buffett. I have read about him. I think it's just 3 years back when he bought Apple. He owns around 10% of Apple's shares, Apple Inc. അങ്ങേര് അപ്പോഴാണ് ആദ്യമായിട്ടൊരു സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങിച്ചത്. ഇറ്റ്സ് വെരി ഫണ്ണി. he is now the second biggest investor, the biggest investor in the world. ആദ്യമായിട്ടൊരു ആപ്പിൾ ഐഫോൺ വാങ്ങിച്ചത് അങ്ങേര് ഇപ്പോഴാണ്. കാശില്ലാത്തതുകൊണ്ടല്ല, he never felt the utility of it. But I'll give you another example. എനിക്ക് അറിയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവര് ഒരു വീട്ടിൽ പണിയെടുക്കുക, വീട്ടില് ദാരിദ്ര്യമുണ്ട്. അവരുടെ മകൻ ഒരു പണിയില്ലാണ്ട് നടക്കുന്നു. ഈ അമ്മയെ വന്ന് കഷ്ടപ്പെടുത്തി വഴക്കും പറഞ്ഞുകൊണ്ട് 25,000 രൂപയുടെ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച ഒരു കഥ എനിക്കറിയാം. അപ്പം നമ്മുടെ സൊസൈറ്റി നമ്മളെ എന്താണ് ഈ പഠിപ്പിക്കുന്നത്? അപ്പൊ ഇവിടെ ആ ഒരു ഇൻട്രോസ്പെക്ഷൻ വരുന്നില്ല. പിന്നെ ഇപ്പൊ അസീം പ്രേംജി ഈസ് എ ബിഗ് മൈസർ. ഈസ് ദ ബിഗസ്റ്റ്. ഇഫ് യു റെഡ് അബൌട്ട് ഹിം, അങ്ങേരും അങ്ങേരുടെ മാനേജേഴ്സിനെ ഒരിക്കലും ബിസിനസ് ക്ലാസ്സിൽ വിടാറില്ല. എവറിത്തിങ് ഇസ് ഓൺ എക്കോണമി ഇൻ ടേംസ് ഓഫ് ബിസിനസ്. വൺ ഓഫ് ദ ബിഗസ്റ്റ് മൈസർലി ബില്യണർ ആണ് അസീം പ്രേംജി.
in terms of that. So I think having these role models, reading about these people are very, very important in our success. Surrounding yourself with the right mentors. എൻ്റെ ലൈഫിലും എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, പല പല ഐഡിയാസ് ഡിസ്കസ് ചെയ്യാനും സ്പിരിച്വൽ ആയിട്ടും ഓൺടർപ്രൈസ് ഫിനാൻസ്. ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലൈഫ് ജേർണി, എവറിത്തിങ് ഇസ് ഇൻഡിപെൻഡന്റ്. സോ ഹാവിംഗ് ദ റൈറ്റ് ഫ്രണ്ട്സ് ആൻഡ് റോൾ മോഡൽസ് ഇസ് കീ ടു യുവർ ഗ്രോത്ത്. ആൻഡ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു എൻഡ് മൈ സ്ലൈഡ്സ്. വാറൻ ബുഫറ്റ് ഞാൻ എൻ്റെ ഒരു റോൾ മോഡലാണ് ഇങ്ങേരെ. ഞാൻ ഇങ്ങേരെ പറ്റി കുറെ വായിക്കാറുണ്ട്, ബുക്സ് വായിക്കാറുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് പഠിച്ചപ്പം ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെയാണ് ഞാൻ വായിച്ചത്. അപ്പൊ അതും ഒരു രസമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ആണ്. ഇപ്പൊ വാറൻ ബുഫറ്റിന്റെ ദ സ്നോബോൾ എഫക്ട് എന്നൊരു ബുക്കുണ്ട്, ആകെ 250 രൂപയുള്ളൂ. ഈ 250 രൂപയ്ക്ക് നമ്മൾ കിട്ടുന്നത് ഇങ്ങനെയുടെ 50 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് എനിക്ക് വെറും 250 രൂപയ്ക്കാണ് കിട്ടുന്നത്. If I can just apply it into my life, half my life's problems are done. So this is what I feel that we should just reading books. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കുറച്ചാൾ മുമ്പ് റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് കിയോസാക്കിയുടെ ഒരു ബുക്കുണ്ട്. 150 രൂപയുള്ളൂ ആ ബുക്ക്. പക്ഷെ ഞാൻ പല പ്രാവശ്യം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ആ ബുക്ക് എത്രയോ മില്യൺസ് ഓഫ് ആൾക്കാരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. It's on financial management. What do you mean by assets? What do you mean by liabilities? ഇതാണ് അയാൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. And how rich people invest on assets and how poor people keep on investing on liabilities. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇൻഫാക്ട് ഇതൊരു നമ്മളൊരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു ബേസിക് ഐഡിയാസ്. And this is my last slide. When everything seems to be going against you, remember that the airplane takes off against the wind, not with it. I think with that, I end my slides. Thank you. Thanks, Ranjit ji. Ranjit ji പറഞ്ഞതിൽ ഒരു എനിക്ക് തോന്നുന്നു ആ കൾച്ചറിന്റെ കാര്യം, സ്പിരിച്വാലിറ്റിന്റെ, കഴിഞ്ഞ ദിവസം ഗുരുമൂർത്തിജിയുടെ ഒരു ടോക്ക് ഒക്കെ ആയിരുന്നു ആത്മനിർഭർ ഭാരത് ടോപ്പിക്കില്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എക്കണോമിക്സിന് ഒരിക്കലും കൾച്ചറിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഗോ ടുഗദർ, റൈറ്റ്? നമ്മൾ പലപ്പോഴും ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്നതുകൊണ്ടാണ് പല എക്കോണമീസും ഫെയിൽ ആവുന്നത് കാണുന്നത്. ഐ തിങ്ക് യു ആർ റൈറ്റ് ഓൺ സ്പോട്ട് വിത്ത് ദാറ്റ്. വിൽ ടേക്ക് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾറെഡി 10 മിനിറ്റ് അഡീഷണൽ ആയി നമുക്ക് ഇനീഷ്യലി കുറച്ച് സമയം പോയിരുന്നു. അപ്പോൾ വിൽ ടേക്ക് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഓഡിയൻസ് and then we'll wind up. Anybody? ബിമലിന് ചോദ്യം ഉണ്ടായിരുന്നില്ലേ? ബിമൽ, നമസ്തേ, ചോദിച്ചോളൂ. നമസ്തേ സാർ, ഞാൻ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഒന്ന് സാർ, ആ യുണീക് സബ്ജക്ട് എടുക്കാനുള്ളതിന്റെ ഒരു റീസൺ ആയിരുന്നു. പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഉള്ള സാറിന്റെ ലൈറ്റിംഗ് എന്നുള്ളത്. അപ്പൊ സാർ ആ സബ്ജക്ട് പഠിച്ചതിന് ശേഷം അതിലെ പാഷൻ കാരണം പിന്നീട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണോ, അതോ അതിൽ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് സാർ മുന്നേ ആ കോഴ്സ് സെലക്ട് ചെയ്തതാണോ? അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ജേർണിയാണ്. അത് ഒരു വലിയൊരു കഥയാണ്. വെച്ചാൽ ഇപ്പൊ ഇത് എന്റെ ഒരു 20th ഇയർ ആയി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അതൊരു ഓണ്ടർപ്രനർ, അത് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാവാം, ചീത്ത കാര്യമാവാം. പല ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ്. ഒരേ ഇൻഡസ്ട്രിയിൽ 20 കൊല്ലം നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ ഇത് തുടങ്ങിയത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. ഞാൻ ആക്ച്വലി ലൈറ്റിംഗ്, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. എട്ടിമടയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമൊബൈൽസ് ആയിരുന്നു എന്റെ പാഷൻ. പക്ഷെ അന്നത്തെ ഈ പറഞ്ഞല്ലേ, നമ്മുടെ ജീവിതത്തില് നമ്മളെ വഴി തിരിക്കുന്നതും എല്ലാം ഓരോ സന്ദർഭങ്ങളാണ്. 2001 ഞാൻ എട്ടിമടയിൽ നിന്ന് പാസ് ഔട്ട് ആവുമ്പം എന്റെ ഇൻട്രസ്റ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും എനിക്ക് ആദ്യം ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ അന്ന് എട്ടിമട ക്യാമ്പസ് 4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊക്കെ പേടിയാണ്, ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് എല്ലാവർക്കും പേടിയുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പം ഈ കാർ കമ്പനികൾ, ഈ ഫോർഡൊക്കെ അന്ന് വരാറുണ്ട്, പക്ഷെ അവരൊക്കെ ഇയർ എൻഡ് ആകുമ്പോഴാണ് വരിക. അപ്പൊ നമുക്ക് ഇയർ എൻഡ് ആകുമ്പോ കാത്തു നിൽക്കണം, എന്നാ അവര് വരുമോന്ന് ഗ്യാരണ്ടി ഇല്ല.
അപ്പൊ നമ്മൾ നേരെ ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്തു. എനിക്കൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ റിക്രൂട്ട്മെന്റ് വന്നു. അപ്പൊ ശരി, എന്നാ സോഫ്റ്റ്വെയർ കുറച്ച് നാൾ വർക്ക് ചെയ്യാന്ന് വെച്ചു. അന്നാ ജോയിൻ ചെയ്യുന്നതിന്റെ കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു ലെറ്റർ വന്നു. ഈ 2001 മറ്റേ ഇന്റർനെറ്റ് ക്രാഷ് ഒക്കെ വന്നപ്പം ജോലി 8 മാസം കൂടെ പോസ്റ്റ്പോൺ ചെയ്തു ജോയിനിങ് ഡേറ്റ്. അപ്പൊ ഞാൻ 8 മാസം എന്ത് ചെയ്യണം എന്നിങ്ങനെ നടന്നപ്പം അപ്പൊ ഞാൻ എന്റെ ഫാദറിന്റെ കൂടെ ബിസിനസ്സിൽ കുറച്ച് നാൾ ഒന്ന് സമയം കളയണ്ട എന്ന് വെച്ച് അവിടെയൊക്കെ പോവാം, ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് നടന്നു. അങ്ങനെ ഒരു 5 മാസം അവിടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു പെട്ടെന്നൊരു ഓണ്ടർപ്രണർഷിപ്പ്, എന്നാ ശരി ഇത് ഇനി ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു പയറ്റി നോക്കാം എന്ന് വെച്ചാൽ അന്ന് ആ ഏജിൽ അങ്ങനെയാണല്ലോ. നമുക്ക് ഓക്കെ ഫെയിലിയർ വന്നാലും 2 വർഷം ഞാൻ വേസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ജോലിക്ക് പോവാം. അത് ഇപ്പൊ നമ്മള് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് ബേസ്ഡ് ഓൺ അവർ ഏജ്. ഇപ്പൊ ഞാൻ പോയി അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അന്ന് നമുക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ടൈം ഉണ്ട്. 2 കൊല്ലം ഞാൻ കളഞ്ഞാലും എനിക്ക് ഇനി കോപ്പപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഈ ലൈറ്റിങ്ങിനെ പറ്റി 1-2 പേരെ കാണാൻ പറ്റിയും, ഒരു കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. സോ ഐ സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ലൈറ്റിംഗ് പ്രോഡക്ട്സ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു 2-3 കൊല്ലം ചെയ്ത് കഴിഞ്ഞപ്പം ഇതിനെപ്പറ്റി കുറെ പഠിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദുബായ് ബേസ്ഡ് ഫേമിൽ ഈ ലൈറ്റിംഗ് തന്നെ ഒന്ന് പോയി കൊളാബറേറ്റ് ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അവിടെ പോയപ്പം അവിടെ ഒരു കംപ്ലീറ്റ് ഒരു വലിയ ലോകമാണ് ഞാൻ കണ്ടത്. യുനോ ഒരു നമ്മൾ കൊച്ചു കേരളത്തിൽ നിന്ന് നമ്മളൊരു വലിയൊരു ഇക്കോണമി പോകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ആ ഒരു വ്യൂ അങ്ങ് മാറുമല്ലോ, ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും അല്ല, യുനോ ഇതിനേക്കാളും വലുതുണ്ട്. എന്നാ ശരി, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്നാ പഠിക്കാൻ പോവാം, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി, ഞാൻ US പോയി. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് അപ്പൊ ഞാൻ ഈ ഫീൽഡിൽ തന്നെ മാക്സിമം സ്പെഷ്യലൈസ് ചെയ്യാനും ഓഫ് കോഴ്സ് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടു, കാരണം ഞാൻ ഓൾറെഡി ആ ഒരു ഇൻഡസ്ട്രിയിലായിരുന്നു. ആൻഡ് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടു, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം ആൻഡ് ഐ തിങ്ക് വി ആർ ആകെ ഇപ്പം ഓൾ ഇന്ത്യ ലെവലിൽ ആകെ 10-40 പേരേ ഉള്ളൂ നമ്മളെ പോലെ ഈ ഒരു സെക്ടറിൽ. ആൻഡ് വി ഹാവ് ബീൻ പ്രിറ്റി ഡീസന്റ്ലി ഓക്കെ. താങ്ക് യു പിനിൽ. ചേട്ടാ നമ്മള് ഐ തിങ്ക് വി ran out of time completely. 12:45 വരായി. Do you have time to take one more question? Yeah, definitely. No problem. ബിനൽ, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ബിനലിന്. അത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. വേറെ ആർക്കും ഇല്ല തോന്നുന്നു. ബിനൽ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, and then we'll wind up. സാർ, ഈ കോവിഡ് സമയത്ത് ഈ ലോക്ക്ഡൌണും ഉള്ള ഈ സമയങ്ങളിൽ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് യുവാക്കൾക്ക് അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഒബ്വിയസ്ലി മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കാണുന്നു ഈ കോവിഡും പാൻഡമിക്കും എല്ലാം. അതല്ലാതെ നമുക്ക് അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം പെട്ടെന്ന് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ചെന്നൈയിൽ, അതിന്റെ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഒരു ലേഡിയാണ്. അപ്പൊ ഞാൻ ഈ ഒരു മെയ് മാസത്തിൽ ഞാൻ അവരെ വിളിച്ചു, മാഡം ഈ പ്രോജക്റ്റ് എന്തായി, സ്റ്റക്ക് ആയോ കോവിഡ് കാരണം, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇനി ബിസിനസ് ഒക്കെ കിട്ടുന്നുണ്ടോ? രഞ്ജിത്ത്, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ എങ്ങനെ, ഞാൻ എന്റെ PMC ഒക്കെ നിർത്തി, ഞാനിപ്പോ മാസ്ക് കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അവര് രാവിലെ ഇഷ്ടം പോലെ അവിടെ ഉള്ള കോർപ്പറേറ്റ്, അങ്ങനെ അവർക്ക് പരിചയമുള്ള എല്ലാ കോർപ്പറേറ്റ് ക്ലയൻസും ചെന്നൈയില് ഇവര് 1-2 സ്റ്റാഫ്, ഫസ്റ്റ് ഇവര് തന്നെ, ഇവർക്ക് സ്റ്റിച്ചിങ് അറിയായിരുന്നു, ഇവര് മാസ്ക് ഉണ്ടാക്കി. പിന്നെ ഇവരുടെ കോൺടാക്ട്സ് വെച്ചിട്ട് 1-2 സാമ്പിൾ ഉണ്ടാക്കി. പെട്ടെന്ന് അവർക്ക് 100-150 ഒക്കെ മാസ്കിന്റെ ഓർഡർ വന്നു തുടങ്ങി. ഇവരിപ്പം ഇഷ്ടം പോലെ മാസ്ക് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഈ കോവിഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഫുഡ് സെക്യൂരിറ്റി. യുനോ നല്ല ഭക്ഷണം. ഇപ്പം ഈ ഇടയ്ക്ക് മിനിഞ്ഞാന്ന് നിങ്ങൾ വായിച്ചു കാണും, പേപ്പറിലും കണ്ട ഒരു ഗോപാലകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു അവാർഡ് കിട്ടി അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ദ ബെസ്റ്റ് അവാർഡ് ഫോർ അഗ്രികൾച്ചർ. പാലക്കാടാണ്. അങ്ങേര് ഒരു ബാങ്ക് മാനേജർ ആയിരുന്നു. അങ്ങേര് പറയാണ്, അങ്ങേർക്ക് 44 പശുവുണ്ട്. അങ്ങേരുടെ ആ പശുവിന്റെ പാല് വാങ്ങിക്കാൻ എങ്ങാണ്ട് 25 കിലോമീറ്ററിന് ആൾക്കാർ വരുന്നുണ്ട്.
അപ്പം നമ്മള് അപ്പൊ ഇത്രേ ഉള്ളൂ ബേസിക് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇപ്പം ഈ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ ഈ വാറൻ ബഫറ്റ് ഒക്കെ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ബാറ്റ എന്നുള്ള കമ്പനി നമ്മൾ 100 കൊല്ലമായിട്ട് നമ്മൾ ചെറുപ്പം തൊട്ട് നോട്ടി ബോയ് ഷൂസ് വാങ്ങിക്കാറുണ്ട് ബാറ്റയുടെ, അല്ലെ? കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ LKG പോകുമ്പോൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ 40 കൊല്ലമായിട്ടുള്ള ജീവിതത്തിൽ ബാറ്റ എന്നുള്ള ബ്രാൻഡ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾക്ക് വീട്ടിൽ ഒരു ഏക്കറോ ഒരു 50 സെന്റ്സ് ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു സൈഡ് ബിസിനസ് തുടങ്ങുക ആദ്യം. പലരും ഇങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മള് വലിയ ഇപ്പം ഈവൻ സിലിക്കോൺ വാലിയിലുള്ള വലിയ സക്സസ് സ്റ്റോറീസ് പോലും എല്ലാവരും ഒരു സൈഡ് ബിസിനസ്സിൽ കൂടെ തുടങ്ങിയിരിക്കുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സൈഡ്. പക്ഷെ അവിടെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഗ്ലാമറൈസ് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലും പല സ്റ്റുഡൻസിനും യങ്സ്റ്റേഴ്സിനും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമർ കോഷ്യന്റ് വരുന്നുണ്ട്. അത് തെറ്റാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരാളായിരിക്കണം. യു ആർ ദെയർ ടു സോൾവ് എ പ്രോബ്ലം. അവിടെ ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ പ്രോബ്ലം ഇസ് ദ ഇഷ്യൂ ആൻഡ് ഐ ഹാവ് ടു സോൾവ് ഇറ്റ്. ഇപ്പൊ ഈ പാലിന്റെ കേസ് തന്നെ, ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ഫ്ലാറ്റില് 1 ലിറ്റർ പാലിലെങ്ങാണ്ട് 75 രൂപയ്ക്ക് എങ്ങാണ്ട് ആൾക്കാർ വാങ്ങിക്കുന്നു. ഈ നല്ല ഫാമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന പാല്. രാവിലെ അവിടുന്ന് പാല് കറക്കി ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ് എറണാകുളത്ത്. 75 റുപ്പീസോ അങ്ങനെ എന്താണ് 1 ലിറ്റർ പാൽ. അപ്പൊ ഇമാജിൻ ദ പ്രോഫിറ്റ്. ഇപ്പൊ മിൽമ പോലും ഇത്രയും വലിയ കമ്പനി വിത്ത് സോ മെനി എംപ്ലോയീസ്, ഇതൊക്കെ ഒരു 1/2 ലിറ്റർ പാലിന് 25 രൂപയ്ക്കാ 20 രൂപയ്ക്ക് എന്താ വിൽക്കുന്നത്. സോ ലുക്ക് അറ്റ് ദ പ്രോഫിറ്റ് മാർജിൻ. നമ്മൾ അതാണ് നോക്കേണ്ടത്. നമ്മൾ ഒരിക്കലും വലിയ ടേൺ ഓവർ ഉണ്ടാക്കാൻ നോക്കണ്ട. നമുക്ക് പ്രോഫിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഐ തിങ്ക് യു ഷുഡ് തിങ്ക് സ്മോൾ. യു ഷുഡ് ട്രൈ സോൾവിങ് യുവർ കൺട്രീസ്, യുവർ സിറ്റീസ് പ്രോബ്ലംസ് ഫസ്റ്റ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. സാധാരണ അതിനെ നമുക്ക് ഒരു ലെവലിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയാൽ യു വിൽ ബിക്കം എ മില്യണിയർ ഹിയർ ഇറ്റ്സെൽഫ്. വി ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് വലിയ തിങ്സ്. സോ ഞാൻ ഒരു വെരി ബേസിക് എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഇപ്പൊ പലർക്കും ഈ പറഞ്ഞ പലരും ഗ്ലാമർ ഏരിയയിലേക്കാ പോവാ. ഇപ്പൊ ബിനൽ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് ഞാൻ നോക്കിയാലോ, അങ്ങനെയുള്ള വേണ്ട. ഇപ്പൊ എന്റെ വേറെ 1-2 എനിക്ക് ഫ്രണ്ട്സിനെ അറിയാം. അവരുടെ വേറെ ബിസിനസ്, അവരിപ്പം സാനിറ്റൈസറിന്റെ ബിസിനസ് തുടങ്ങിയവരുണ്ട് ഇഷ്ടം പോലെ. സോ ഫുഡ്. പിന്നെ എനിക്കിപ്പം ഈ ഇടയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വലിയൊരു കാര്യം ഈ ഫുഡ്. ഞാൻ ഇപ്പൊ ബിസ്മി സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഓരോ ഫുഡ് എടുത്ത് നോക്കുമ്പോൾ എവിടെയാ ഉണ്ടാക്കിയെന്ന് ഞാൻ തിരിച്ചു നോക്കും. ഇത് എവിടുന്നാണ് ഇത് വരുന്നത്. അപ്പൊ ഈ കഞ്ചിക്കോട്, കാഞ്ഞിരപ്പള്ളി ഈ ഏരിയ, ഈ ഇടയ്ക്ക് ഞാൻ ചക്ക വരട്ടിയത് വാങ്ങിച്ചു. 250 അല്ല, വെരി സിമ്പിൾ എക്സാമ്പിൾ. 250 രൂപയാണ് ഇത്രയും ചെറിയൊരു പാക്കറ്റ് ചക്ക വരട്ടി. 250-300 രൂപയാണ്. ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് ഇൻ സം കാഞ്ഞിരപ്പള്ളി. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പല ഇന്നോവേഷൻസും നടക്കും. ഇപ്പൊ ഈസ്റ്റേൺ ഗ്രൂപ്പുകാര് ചക്കയുടെ വേറെ എന്തൊക്കെയോ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് വി ഹാവ് ടു ജസ്റ്റ് ഓപ്പൺ അപ്പ് അവർ ഐസ് ആൻഡ് ലുക്ക് അറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇറ്റ്സ് അബൌട്ട് പുട്ടിങ് യുവർ എനർജി ആൻഡ് എഫേർട്ട് ആൻഡ് ട്രൈങ് ടു ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു ചോദ്യം കൂടി വന്നത് എനിക്ക് തോന്നുന്നു ഓൾറെഡി കവർ ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചായിരുന്നു ചോദ്യം ചാറ്റിൽ വന്നത്. കവർ ചെയ്തിട്ടുണ്ട്. സമയം കുറച്ച് കൂടുതൽ എടുത്തു. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തില് ഇപ്പം ഈ ആത്മനിർഭറിന്റെ കാര്യത്തിലും നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ ഒരു ഡിസിഷൻ എടുക്കുക, അതിനു വേണ്ടി ഇൻഫർമേഷൻ കണ്ടെത്തുക. അതാണല്ലോ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ പഠിക്കും, ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിയിലൊക്കെ പറയുന്ന ഒരു കാര്യം. ഇപ്പൊ വലിയ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫോളോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ എക്സാമ്പിൾ, നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണമെങ്കിലോ നമ്മൾ 2 കടയെങ്കിലും കയറി ഇറങ്ങും. അല്ലെങ്കിൽ നമ്മൾ 1-2 വെബ്സൈറ്റ്സിൽ കയറി, ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കും, ആമസോണിൽ കയറി നോക്കും. ഒരു മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും ഭാര്യയും ഭർത്താക്കന്മാരും ഡിസ്കസ് ചെയ്യും. ഇത്രയും സമയം പോലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരുടെയും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് തെറ്റിപ്പോണം. അപ്പൊ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന പോലെ ഉള്ള സമയം പോലും ഒരു ഷെയർ ഒരു കമ്പനിയിൽ വാങ്ങിക്കാൻ, ആ കമ്പനി എന്താണെന്നും അതിന്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കി വാങ്ങിക്കുന്നില്ല. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സും. നമ്മൾ ഇപ്പം
ഈവൻ 20 കൊല്ലം മുമ്പ് നമുക്ക് ഒരു ഈ കോഓപ്പറേറ്റീവ് പോലെ നമ്മളിപ്പോ ഒരു 5-6 പേര് ഒരുമിച്ച് വന്ന് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് ഓരോ ആൾക്കും 2-3 ലക്ഷം രൂപ ഒരു സെക്യൂരിറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 4 പേര് ഒരുമിച്ച് ജോയിൻ ചെയ്താൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കി ഒരു ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി തുടങ്ങാൻ ഒരു പാടുമില്ല. അപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. നമ്മുടെ ഒരു വീടും ജപ്തി വെക്കേണ്ട, നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ള ഒരു കാശ് കൊടുക്കണ്ട, ഗവൺമെന്റ് തരും 2 ലക്ഷം രൂപ. ഇഫ് യു ആർ an educated, you have a diploma degree or you have an engineering degree, if you are അങ്ങനെ ഒരു ബേസിക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ആളാണെങ്കിൽ up to 2 lakhs per person. ഇപ്പൊ കൂട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പൊ അറിയില്ല, I'm not very familiar, but this was there 20 years back when I used to start, when I have gone around and checked all these things in banks. അപ്പൊ നമ്മൾ ഈ സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ there are so many people out there to advise on what are the very, very small investments that you can raise from the banks. So yeah. Sure. And രഞ്ജിതേട്ടൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിന് വിനീത്, നമ്മുടെ അയുത് കേരള യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിലൊരു സെഷൻ ഇതിനെ കുറിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു അവസരത്തിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകാരെ കുറിച്ചുള്ള ഒരു സെഷൻ, സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ ഒരു സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ അയുത് കേരള യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. വിനീത്, കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വി കൻ സെൻഡ് യു ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. റൈറ്റ്. ഇപ്പൊ രഞ്ജിതേട്ടാ, താങ്ക് യു വെരി മച്ച് ഇത്രയധികം സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. I think you've covered about the significance of our culture, how we can go back to our roots, draw strength from our culture, right, and really go for it. ഫെയിലിയേഴ്സിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എങ്ങനെ ആധ്യാത്മികത രഞ്ജിത്തേട്ടൻ ആസ് എൻ ഓൺട്രപ്രണർ എങ്ങനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു അതിനെ കുറിച്ച് ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് സെഷന്റെ മുന്നേ ഡിസ്കസ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി ഈ സെഷന്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് ഇറ്റ് ടു മീ, സെൻഡ് ഇറ്റ് ടു വൺ ഓഫ് us and we'll try and share it with രഞ്ജിത്തേട്ടൻ ഓഫ്ലൈൻ. എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അയുത് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിക്കുകയാണ്. അടുത്ത സെഷൻ കാർഷിക മേഖലയിലെ ഒരു ഇതേമാതിരി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വിവിധ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ കുറെ ക്ലസ്റ്റർ രൂപീകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അടുത്ത സെഷനിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും അടുത്ത സെഷനിലും ഉണ്ടാവും എന്ന് കരുതുന്നു. അമ്മയുടെ പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. രഞ്ജിത്തേട്ട ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമുക്ക് 3 പ്രാവശ്യം ലോകാസമസ്ത ചൊല്ലിക്കൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമഃശിവായ. Thank you, Rajitha. Yeah, thank you. Thank you. Thank you. Thank you.